വെൽക്കം ടു ചാറ്റ് കോർണർ ഇൻ ജാങ്കോ സ്പേസ്. ന്യൂ ജനറേഷൻ മലയാളികൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ചങ്ക്സ് എന്ന സിനിമയുടെ ക്രൂവാണ് ഇന്ന് നമ്മോടൊപ്പം. ഹായ്. നമസ്കാരം. എല്ലാവരും ടോട്ടലി ഒരു ഡിഫറെന്റ് ലുക്കിലാണ് ഇരിക്കുന്നത്. ട്രെയിലറിൽ കണ്ട പോലെയോ അതിലുള്ള പോലെയോ ഒന്നുമല്ല. പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന്റെ ലുക്ക് കണ്ടാണ് ഞാൻ ഞെട്ടിയത്. ഞെട്ടിയെന്ന് ഉദ്ദേശം നല്ല രീതിയിലല്ലേ? രമേഷ് പപ്പു എന്നാണ് സിനിമയുടെ പേര്. അതാണ് ഈ മീശ സ്പോട്ട്. അതെ അതെ, ആ രമേഷിന് വേണ്ടിയിട്ടാണ് ഇതുവരെ ഈ മീശ നമ്മൾ കണ്ടിട്ടില്ല. അതിന്റെ ഒരു മീശ താടിയായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഈ പടത്തിലും. അങ്ങനെയൊക്കെയാണ്. ഇത് മീശ മാത്രമായിട്ട് ആദ്യമായിട്ടാണ് ഈ പടം. ചങ്ക്സ് എന്ന് പറയുന്ന സിനിമ എടുത്ത് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതാണ് ഞാൻ ആദ്യം ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞത്. ചങ്ക്സ് എന്നുള്ള വാക്ക് കൊണ്ടുള്ള അർത്ഥം ചങ്ക് എന്നുള്ളത് തന്നെയാണോ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. ചങ്ക് ബ്രോ. ഈ സിനിമയിൽ ഉടനീളം ഒരു കോമഡി സിനിമയാണോ അതോ ഒരു റോഡ് ട്രിപ്പ് മൂവിയാണോ? ഹൗ ക്യാൻ യു കാറ്റഗറൈസ്? ഇത് ഒരു ഫൺ പാക്കേജ് ആണ്. ഒരു കോമഡി പടം തന്നെയാണ്. ഹ്യൂമറിൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ചെയ്തേക്കണ ഒരു ഫൺ മൂവിയാണ്. ഇപ്പോൾ ഒമറിന്റെ നേരത്തെയുള്ള ഹാപ്പി വെഡിങ്ങിലായാലും പുള്ളി പറഞ്ഞിരിക്കുന്ന ഒരു ഡയറക്ടർ കാർഡിൽ പുള്ളി വെച്ചിരിക്കുന്ന സംഭവം ആയിരിക്കുള്ളൂ. ആൻഡ് ഒമർ ഫൺ എന്ന് പറഞ്ഞിട്ടായിരിക്കുള്ളൂ പുള്ളി വെച്ചിരിക്കുന്നത്. ടോട്ടലി എ ഫൺ മൂവി അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു വലിയ വലിയ കാര്യങ്ങൾ 2 മണിക്കൂർ നിങ്ങൾക്ക് കയറി നന്നായി ചിരിച്ച് 2.25 മണിക്കൂർ മനസ്സൊന്ന് തണുപ്പിച്ച് ചിരിച്ച് തണുപ്പിക്കാൻ ഉദ്ദേശം അങ്ങനെയാണ്. ചിരിയും സസ്പെൻസും ട്വിസ്റ്റും എല്ലാം നിറഞ്ഞൊരു മൂവിയാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഒരാളും 2 പേരുണ്ട് ചങ്ക്സ് വേറെ, ധർമ്മജൻ ബോൾഗാട്ടി, വിശാഖ്, നമ്മുടെ വേറെ ചങ്കുകളുണ്ട്, വലിയ ചങ്കുകളുണ്ട്, സിദ്ദിഖ, ലാലങ്കള്, ഇത് സീനിയർ ചങ്കുകൾ വേറെ ഉണ്ട്. നമ്മുടെ കോമഡി ട്രാക്കിന് പാരലായിട്ട് ഇവരുടെ സിദ്ദിഖ, ലാലങ്കൾ അവരുടെ വേറെ ട്രാക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ് ഇവിടെ. ടോട്ടൽ ഫൺ. മൂവിയെ കുറിച്ച് പറയുമ്പോൾ അതിൽ പലരുടെയും എക്സ്പീരിയൻസസ് ഒരുമിച്ച് വന്നിട്ടില്ല. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ആദ്യമായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരാണോ അതോ മുമ്പ് വേറെ വർക്ക്സ് ഒരുമിച്ച് ചെയ്തിട്ടുണ്ടോ? കുറച്ച് കാലമായിട്ട് ഞങ്ങൾ ആക്ച്വലി കവി ഉദ്ദേശത്തിലാണ് ഗണപതിയേട്ട അതുകൊണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതെ അതെ. പിന്നെ അതിനുശേഷം അണിബി കോംബോ ആയിട്ടുള്ള ഭാഗ്യം ആദ്യമായിട്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ പറ നമ്മളെ കുറിച്ച്. അല്ല, ഇവരുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് എല്ലായിടത്തും പറയാറുണ്ട്. എനിക്ക് ഇതുവരെയും വർക്ക് ചെയ്തതിൽ ഏറ്റവും കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സെറ്റ് തന്നെയാണിത്. കാരണം ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ വലിയ വിവരം ബോധമൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് ഭയങ്കര വിവരം ബോധമുള്ള ഇതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മള് ഓരോരുത്തർക്ക് സംസാരിക്കേണ്ടത് ആ ഒരു ലെവലിൽ നിന്നാണല്ലോ. ഇപ്പൊ ഞാൻ എം ടി വാസുദേവൻ നായർ, ഷേക്സ്പിയർ ഒക്കെ ഇട്ട് സംസാരിക്കുമ്പോൾ വേറെ രീതിയിലാണ് സംസാരിക്കുന്നത്. ഹണി റോസ് ഒക്കെ ഇട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ലെവലിലെത്തി സംസാരിക്കും. അത് പിന്നെ പുള്ളിക്കൊരു സങ്കടം ആവണ്ടെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു വേവ് ലെങ്ത്തിൽ കയറി പിടിച്ചേ ഉള്ളൂ. ഇനി പറഞ്ഞോളൂ ഹണി റോസ്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് അങ്ങനെയല്ല, ശരിക്കും എൻജോയ് ചെയ്ത് വർക്ക് ചെയ്ത ഒരു സെറ്റായിരുന്നു. കാരണം അത്ര ഒരു കംഫർട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട്. ഇപ്പം ഒന്നാമത് ഈ സിനിമയുടെ പ്രത്യേകതയും അങ്ങനെ തന്നെയാണ്. ഒരു ഫൺ ഫിലിം. അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ മസിൽ പിടിച്ചൊന്നും ചെയ്യേണ്ടതൊന്നുമല്ല. വളരെ നാച്ചുറൽ ആയിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് എന്ത് വരുമോ, ഈവൻ ഇങ്ങനെ എഴുതി വെച്ച ഡയലോഗ്സ് ഇതേപോലെ തന്നെ പറയണമെന്നൊന്നും ഇല്ലായിരുന്നു. നമുക്ക് എന്തെങ്കിലും ഇംപ്രവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പറയാമെന്നുള്ള ഒരു സ്പേസ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഒമർ സാർ ആയാലും അല്ല ഇവരെല്ലാവരും, ഈവൻ ആൽബി ചേട്ടനായാലും സെറ്റിലുള്ള എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. ആ ഒരു കംഫർട്ട് സോൺ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ ഷോർട്സ് ഒക്കെ കഴിയുമ്പോൾ ഞങ്ങൾ സോങ് ഒക്കെ ഇട്ട് അങ്ങനെ ഒന്ന് അടിച്ചു പൊളിച്ച് അല്ലേ, ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു ഷൂട്ട്. കൊച്ചിയിൽ തന്നെയായിരുന്നു, പെരുമ്പാവൂരായിരുന്നു കോളേജ്, ആദിശങ്കര കോളേജ് കാലടിയിലാണെന്ന് ആയിരുന്നു ഷൂട്ടെല്ലാം. അവിടുത്തെ കോളേജ് സീക്വൻസ് എല്ലാം ഷൂട്ട് ചെയ്തത്. ബാക്കി കുറച്ച് ഭാഗം നമ്മുടെ കുറച്ച് ഭാഗത്തിൽ ഒരു വീടിനകത്തുണ്ടായിരുന്നു ഇന്റീരിയർ. പിന്നെ കുറച്ച് വിഷമമുണ്ട്. പിന്നെ പോട്ടെ, കുഴപ്പമില്ല. ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമ്മൾ എല്ലാവരുമായിട്ടാണ് പ്ലാൻ ചെയ്ത് തോന്നുന്നു. പിന്നെ ബാലുവിന്റെ ഇടപെടൽ മൂലമായിരിക്കാം. അത് മൂലം അതൊക്കെ കോളേജ് നല്ല അടിപൊളിയായിരുന്നു. കോളേജ് ഇടപെടൽ മൂലമായിരിക്കാം നമ്മളെ കൊണ്ടുപോയില്ല. കുഴപ്പമില്ല. അടുത്ത പടത്തിൽ ഞാൻ ഹണി റോസും ചെയ്യാൻ ഭാഗ്യം ഉണ്ടാവട്ടെ. നീ കുറച്ചും കൂടി വളരട്ടെ. ഞാൻ വളരട്ടെ.
അപ്പൊ ഇതേപോലെ തന്നെ ഇപ്പൊ ഈ ഒരു ഇന്ററാക്ഷൻ ഉള്ളതുപോലെ തന്നെ ആണെന്ന് പറഞ്ഞു. സിനിമയ്ക്കകത്താണെങ്കിലും നമുക്ക് ഇനി വേറെ ഒന്നും പ്രതീക്ഷിക്കണ്ട, കണ്ടിന്യൂസ് ആയിട്ടുള്ള ചിരി തന്നെയാണ്. ഇതിന്റെ ഡബിൾ ആയിരിക്കും. സിനിമയിൽ ഇങ്ങനത്തെ കൂതറയൊന്നുമല്ല അവിടുത്തെ ആ സെറ്റിൽ ഏറ്റവും വലിയ പ്രത്യേകത അതായിരുന്നു. കാര്യം ഒരു കോളേജിൽ പോകണ പോലത്തെ ഒരു ഫീൽ ആയിരുന്നു നമ്മൾ അവിടെ ഷൂട്ടിന് ചെല്ലുമ്പോൾ. കാരണം കോളേജിൽ തന്നെയാണ് ഷൂട്ട്, ആകെ ഒരു വ്യത്യാസം യൂണിഫോം നമ്മൾ അവിടെ ചെന്നിട്ടാൽ മതി, ലൊക്കേഷൻ അവിടെ ചെന്നിട്ട് മേക്കപ്പ് അവിടെ നിന്ന് ഇടാം. പിള്ളേരുടെ ഇടയിലേക്ക് നമുക്ക് എപ്പോഴും മറ്റേ നീറ്റായിട്ട് നല്ല രസമായിട്ടൊക്കെ നടക്കാം എന്നുള്ളൊരു സുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിന്റെ ഏറ്റവും വലിയ ഗുണം ഞാൻ നേരത്തെ പറഞ്ഞാല് നമ്മളുടെ കൂടെ പഠിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഇത്രയും ഹ്യൂമർ നല്ല രസമായിട്ട് കൈകാര്യം ചെയ്യുന്ന പോലത്തെ ആൾക്കാരാണ്. ഇപ്പോൾ ഇവനായാലും ഗണപതി ആയാലും വിശാഖായാലും ധർമ്മഞ്ജനായാലും. അപ്പോൾ കോളേജിലുള്ള സീക്വൻസ് തന്നെ അങ്ങനെയാണ്. ബാക്കി പുറത്ത് ലാലങ്ങൾ, സിദ്ദീഖങ്ങൾ, ക്രൂവിലുള്ള ആൾക്കാരായാലും ഇപ്പോൾ ഒമർഗയിലും ആൽബിയാലും എല്ലാവരും തമാശകൾ, കൗണ്ടറുകൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. സോ കംപ്ലീറ്റ് ഫണ്ണായിരുന്നു അത് ക്യാമറയുടെ മുമ്പിലും പുറകിലും. സ്റ്റുഡൻസിന്റെ ഇടയിൽ തന്നെയാണ് ധർമ്മജൻ ചേട്ടനുള്ളത്. പിന്നെ നമ്മുടെ ചങ്കാണത്, ഏറ്റവും ചെറിയ ചങ്ക്. അതെ, ഞങ്ങളെ മെക്കാനിക്കൽ, ഇവൻ മെക്കാനിക്കൽ അല്ല, ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണ്. കാരണം എനിക്ക് എന്റെ എന്താ പറയണ്ട, എന്റെ ഡിപ്പാർട്ട്മെന്റിൽ മാത്രമേ ഉള്ളൂ പെമ്പിള്ളാരും കാര്യങ്ങളും. ഞങ്ങളുടെ കൂടെ ഉള്ള ഒരു പയ്യനാണെങ്കിലും പക്ഷെ അവൻ വേറെ ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അതിന്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾക്കാണ് ലോട്ടറി അടിക്കുന്നത്. കാര്യം മെക്രാണിയായിട്ട് അഭിനയിച്ച എക്സ്പീരിയൻസ് മൊത്തമായിട്ട് ഇത്രയും ആണുങ്ങളുടെ ഇടയിൽ ഒരു ക്ലാസ്സിൽ ചെന്നിരിക്കുന്നു എന്നുള്ളൊരു ഇതല്ല. അവസാനം മെക്രാണിയായിട്ട് ജീവിക്കാനുള്ളൊരു തോന്നൽ വന്നു. അങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി പഠിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. പേടിച്ചു അതിനെ കുറച്ചും കൂടി ബുദ്ധി വേണമെന്ന് മനസ്സിലാക്കി എഞ്ചിനീയറിംഗിന്റെ പ്രശ്നമാണോ? അല്ല, എന്റെ ആ ഒരു ബുദ്ധിക്ക് ആ ഒരു ലെവലിലൊന്നും പറ്റിയ ഇന്റലക്ച്വൽ ലെവലിലൊക്കെ ചൊമ്മമുടി. അപ്പൊ പക്ഷെ എന്ന് പറയുമ്പോ അത് ഇപ്പൊ ഓൾമോസ്റ്റ് ഞാനിപ്പോ കോളേജിൽ പോകുന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് വലിയ കുഴപ്പമില്ലാണ്ട് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. അവിടെ പെൺകുട്ടികളെ ഉള്ളൂ, എന്നാൽ പോലും നമുക്ക് ഒരു യൂണിഫോം ഒക്കെ ഇട്ട്, അവിടെ ഞങ്ങൾക്ക് യൂണിഫോം ഉണ്ട്, ബാഗ് തൂക്കി പോകുന്നതിന്റെ ആ ഒരു നമുക്ക് അതെ യൂണിഫോം ആണ് സെന്റ് സേവിയേഴ്സ് ആലുവ. അപ്പം പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ ഒരു വലിയൊരു മാറ്റം തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും പെട്ടെന്ന് എല്ലാവരുമായിട്ടും ഒരു കമ്പനി ആവാനും, പിന്നെ ആൺപിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കുറച്ചും കൂടി ഇവരുടെ അടുത്ത് കമ്പനി ആവാനും ഒക്കെ. പക്ഷെ നമുക്ക് ആക്ച്വലി അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഹണി റോസ് ഇപ്പൊ പറഞ്ഞു നമ്മുടെ ഈ ഇത്രയും ആണുങ്ങള് ഇതിന്റെ ഇടയിൽ വന്നിട്ടാണ്. അപ്പൊ ഹണി എങ്ങനെയായിരിക്കും കംഫർട്ടബിൾ ആയിരിക്കും ഷൂട്ട് ചെയ്യും. പക്ഷെ ഹണി നമ്മള് പ്രതീക്ഷനേക്കാൾ അപ്പുറത്ത് നമ്മളുടെ എല്ലാവരും ഞെട്ടിച്ച് കളഞ്ഞു. നമ്മളുടെ കൂടെ അടിപൊളിയായിട്ട് നമ്മളുടെ കൂടെ അങ്ങനെ ജെല്ലായി ഭയങ്കര രസമായിട്ട് ഹണി വർക്ക് ചെയ്തു. അത് കാരണം നമുക്ക് ചെയ്യാനും ഭയങ്കര സുഖമായിരുന്നു. ഇപ്പൊ കൂടെ ചെയ്യുമ്പോ ഒരാളിപ്പോ ഇത്രയും കംഫർട്ട് ലെവൽ ഇപ്പൊ ഒരു പെണ്ണും കൂടി ഇല്ല അതിന്റെ ഇടയിൽ. പക്ഷെ ഹണി നമ്മളുടെ കൂടെ ഭയങ്കര രസമായിട്ട് നിന്നിരുന്നു. അത് ഞങ്ങള് പിന്നെ അത്രയും നല്ല ആൾക്കാരായോണ്ട് അല്ലേ ഹണി? ഈ സിനിമയിൽ ഉള്ള സോങ്സ് കുറച്ച് വ്യത്യസ്തമായ സോങ്സ് ആണ്. ഇപ്പോൾ നമ്മുടെ ട്രെയിലറിൽ തന്നെ ആ സോങ്ങിന്റെ ഒരു 2 ലൈൻ വരുന്നുണ്ട്, ദുൽഖർ പോലെ ഞാനല്ല. ആ പാട്ട് ശരിക്കും പറഞ്ഞാൽ നല്ലോണം ഹിറ്റായി എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ആ ട്രെയിലറിനെക്കാട്ടി കൂടുതൽ വ്യൂസ് ആ പാട്ടിന് വന്നു. ആ പാട്ട് അതിനെ കുറിച്ചുള്ള കുറച്ച് ഇൻസൈറ്റ്സ് ഒന്ന് പറയാം. ഗോപിച്ചനാണ് പാട്ട് ചെയ്തത്. അപ്പോൾ ആദ്യം പാട്ട് കേട്ടപ്പോൾ ഇതെങ്ങനെയായിരിക്കും ആൾക്കാർ സ്വീകരിക്കുക, അങ്ങനെ എടുക്കുക എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷേ അത് ഈ ഡയറക്ടറിന്റെ വലിയ കഴിവാണ്. വെച്ചാൽ ഒമറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്, ആൾക്കാരുടെ കൃത്യമായിട്ടുള്ള പൾസ് അറിയുന്ന ഒരു കോമൺ മാന്റെ പൾസ് അറിയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് വലിയ ഡയറക്ടർ ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ആ പൾസ് അറിയണം ചിലപ്പോൾ ഉണ്ടാവില്ല, ചിലപ്പോൾ അതിന് ചിലപ്പോൾ സാധിച്ചൊന്നും വരില്ല. പക്ഷേ ഒമർക്ക് ഭയങ്കരമായിട്ട് സാധാരണക്കാർക്ക് എങ്ങനെയായിരിക്കും അത്. ഇപ്പോൾ ഒരു പാട്ടിനകത്തുള്ളൊരു കാര്യം മാത്രമല്ല, സീനായാൽ പോലും അത് ഇങ്ങനത്തെ ഡയലോഗുകളാണെങ്കിൽ ഓക്കെയാണ്, നമ്മൾ ആൾക്കാർ എടുത്തോളും എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന കൃത്യമായിട്ടുള്ളൊരു ധാരണയുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു ഒമറിന്. നിങ്ങൾ ചോദിച്ചു ഇത് ഈ പാട്ട് എങ്ങനെയായിരിക്കും, അപ്പോൾ ഓക്കെ ആണോ ഇത്, ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ഇത് വെച്ചാൽ എന്തായാലും ഇവരെല്ലാവരും ഇഷ്ടമാണ്. അപ്പോൾ അതല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന രീതിയിൽ അത് സംഭവം ഓക്കെ ആയിരിക്കുള്ളൂ, വർക്കൗട്ട് ആയിരിക്കുള്ളൂ, അത് നോക്കിക്കോ. അപ്പം ഞാൻ അങ്ങനെയാണ്, ഡയറക്ടർ കോൺഫിഡൻ്റ് ആണെങ്കിൽ ഡയറക്ടറിൻ്റെ ബോളാണ്, ഡയറക്ടർ ചെയ്തോളും. അങ്ങനെ ഡയറക്ടറിനെ അങ്ങനെ വിശ്വസിച്ചു. പക്ഷെ അത് കൃത്യമായിട്ട്
അത് വന്നു. പുള്ളിയുടെ ആ പാട്ട് അപ്പുറത്തൊരാൾ ചാടിയത് അപ്പുറത്തൊരാൾ പൂളിലേക്ക് എടുത്ത് ചാടിയത് ശരിയായിരുന്നു. വലിയ വലിയ കാര്യങ്ങളോട് സംസാരിക്കുന്നത് പൂളിൽ പിള്ളേർ ചാടുന്നു. അപ്പോൾ ഡയറക്ടറിന് കൃത്യമായിട്ടുള്ള പുള്ളിയുടെ ധാരണ ഉണ്ടായിരുന്നു. ആ ധാരണ തന്നെ അത് കറക്റ്റായിരുന്നു. അത് കൃത്യമായിട്ട് ആൾക്കാർക്ക് കിട്ടിയത് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. യൂട്യൂബിലൊക്കെ ബാലുവിന്റെ അസാധ്യമായ അത് മാത്രമേ നമ്മൾ പാടുമ്പോ ഉള്ളൊരു ഫീൽ ഉണ്ട്. നോ ഡാൻസിനെ കുറിച്ച് പറയുന്നത് ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? പക്ഷെ ആ പാട്ടിന്റെ ഒരു ഇത് പറയാം. ആ പാട്ട് നമ്മളെല്ലാം ഉണ്ടായതുകൊണ്ട് ഞാൻ പറയാം, അണി ഇങ്ങനെ നടക്കും. നമ്മുടെ ബാക്കിൽ അണിക്ക് നടന്നാൽ മാത്രം എനിക്ക് നല്ല സുഖം. ഈ പുള്ളി എങ്ങനെ കരിഞ്ഞുടങ്ങി കരിഞ്ഞുടങ്ങി ഇവർക്ക് വെറുതെ നടന്നാ മതി. ഇത് നമ്മൾക്ക് എനിക്ക് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, എനിക്ക് ഡാൻസ് പരിപാടി നമുക്ക് അറിയാൻ പാടില്ല. പക്ഷെ ഇല്ല, അത് ഈ പാട്ടിന് സെറ്റായി ഡാൻസ് അറിയാമല്ലോ. പാട്ടിന്റെ ലിറിക്സ് ആയിട്ട് പോയപ്പോഴേക്കും ഡാൻസ് അറിയില്ല. അനുഭവിച്ചത് പുള്ളിയാണെങ്കിലും ഇവര് വെറുതെ നടന്നാൽ മതി. നമുക്ക് ഇവര് അതൊരു കൊടയും പിടിച്ച് നടന്നാൽ മതി. ഫുൾ ടൈം മറ്റേ കൊടയും പിടിച്ച് നടക്കാം. നമ്മളിത് കാണാൻ നേരത്തെ മറ്റേ നല്ല രസമുള്ള സ്വിറ്റ്സർലാൻഡ് പോലെ ഇരിക്കും എന്നൊക്കെ പറയും. ഇത് മറ്റേ നമ്മള് മറൈൻ ഡ്രൈവിൽ കൂടി നല്ല വെയിലത്ത് ഓടുകയാണ്. പക്ഷെ അത് കാണുമ്പോ ഔട്ട് കാണുമ്പോഴൊക്കെ വളരെ സന്തോഷമുണ്ട്. കാര്യം നല്ല നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ആൾക്കാരെല്ലാം ഡാൻസ് വഴങ്ങുന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. ഇവര് അത്ര വൃത്തികേടും നമുക്ക് നേരിട്ട് കാണുമ്പോൾ വൃത്തികേടൊന്നും അതിനകത്ത് കാണുന്നില്ല. ഹണി റോസിന്റെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഹണി റോസിനെ കാര്യം പറഞ്ഞാൽ ഹണി റോസിനെ അറിയാം നമ്മൾ എന്ത് ഉദ്ദേശിച്ചത്. എനിക്കറിയാം, എല്ലാം ഭയങ്കര പോസിറ്റീവായിട്ടേ പറയുള്ളൂ. ഇപ്പൊ എല്ലാം ഓപ്പോസിറ്റേ പറയത്തുള്ളൂ. മനസ്സിലറിയാം ഞാൻ ഭയങ്കര സംഭവമാണെന്നൊക്കെ. പക്ഷെ അത് പുറത്തേക്ക് അത്ര പറയില്ല. പറയുമ്പോ തിരിച്ചു പറഞ്ഞിട്ട് നമ്മൾ ഗണപതി ഡാൻസ് ചെയ്തില്ലേ? ഞാൻ അനുഭവിക്കേണ്ടി വന്ന ചെറുതായിട്ട് അത്യാവശ്യം അതെ വെഡിങ് സോങ്സിൽ എല്ലാവരും ഡാൻസ് ചെയ്യായിരുന്നു. ആ പാട്ട് കുറച്ചുകൂടെ കളർഫുൾ പാട്ടാണ്. നമ്മുടെ തുടക്കം മാംഗല്യം, അതിനുശേഷം വന്നിരിക്കുന്ന ഒരു അടിപൊളി. അതെ അതെ, അതിപ്പോ യൂട്യൂബിൽ തന്നെ ഇപ്പൊ കുറെ കല്യാണ വീഡിയോസ്, ഞാൻ ഇന്ന് രാവിലെ വെറുതെ എടുത്തു നോക്കി കുറെ കല്യാണ വീഡിയോസ് ആ സോങ്ങിനെ റീപ്ലേസ് ചെയ്യും. മാംഗല്യത്തിനെ റീപ്ലേസ് ചെയ്യും. അതേ ഒരു സെയിം പാറ്റേണിൽ പോയിരിക്കുന്നുണ്ട്. അതിൽ പിന്നെ മിക്ക ആർട്ടിസ്റ്റുകളും ഉണ്ട് ആ പാട്ടിൽ. ഇപ്പൊ ലാലങ്കുൾ സിദ്ദിഖ് അവരുടെ ഒരു ഇതുണ്ട്. നമ്മുടെ എല്ലാവരും ഫെസ്റ്റിവൽ മൂഡ് ഒരു ആഘോഷം തന്നെയായിരുന്നു, സെലിബ്രേഷൻ തന്നെ. എനിക്ക് ആ പടത്തിന്റെ അവസാന ക്രൂ, ആ പാട്ടിന്റെ അവസാന ക്രൂ തന്നെ വരുന്നത്. ആക്ച്വലി അവസാനത്തോടാണ് ഏറ്റവും ഇവിടുത്തെ ഷെഡ്യൂൾ തീരാൻ നേരത്തായിരുന്നു ആ പാട്ട് നമ്മളിവിടെ ഷൂട്ട് ചെയ്തത്. ശരിക്കും കലാശക്കൊട്ട് ഇവിടത്തെ ബാക്കി കുറച്ച് പോർഷൻ ഗോവയിൽ മാത്രം എടുക്കണ്ടായിരുന്നല്ലോ. സോ ഇവിടെ മറ്റേ എല്ലാവരും പഠിച്ചു പൊളിച്ച് അവസാനം നമ്മുടെ ക്രൂ എല്ലാവരും വന്ന് ഡാൻസ് കളിച്ചിട്ടുണ്ട്. പാട്ട് അടിപൊളിയായിരുന്നു. അതിന്റെ ഷൂട്ട് സോങ് എല്ലാം അടിപൊളി തന്നെയായിരുന്നു. നമ്മൾ ഡാൻസ് കളിക്കാനൊക്കെ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷേ ഭാവിയിൽ കളിച്ചേ പറ്റൂ. അപ്പൊ പിന്നെ ഇപ്പൊ പടി വെച്ച് തുടങ്ങാന്നുള്ളതല്ല. പിന്നെ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചു. എത്ര നായകന്മാർ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. പിന്നെ എത്ര നായകന്മാരെ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. ഗോവയിലുള്ള ഷൂട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഗോവയിലെ ഷൂട്ടിംഗ് അടിപൊളിയായിരുന്നു. ആകെ വാട്ടർ സ്പോർട്സ് ഒക്കെ അത് കയാക്കിംഗ് ഇങ്ങനെ കുറെ പരിപാടികളുണ്ടായിരുന്നു. പറഞ്ഞോ? മറപ്പിച്ചു അല്ലേ? വളരെ വിഷമിച്ച് രസമായിരുന്നു ഷൂട്ട്. ആകെ ഒരു വിഷമം ഇപ്പൊ അത്രയും ദിവസം ബാക്കി ഇപ്പൊ ഇവനായാലും വിശാഖായാലും നമ്മുടെ ധർമ്മേണ്ടായാലും അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. അവരുടെ ഒരു കുറവുണ്ടായിരുന്നു. പക്ഷെ രസമായിരുന്നു. മതി, ഇതിനെ കുറിച്ച് സംസാരിക്കരുത്. നമുക്ക് അടുത്ത ഡയറക്ഷൻ, അടുത്ത ലൊക്കേഷൻ വരുന്ന സമയത്ത് ഗോവ മസ്റ്റായിട്ട് വേണം. തീർച്ചയായിട്ടും ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്ന പ്രായം വരും. അതെ 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 അതെ, അങ്ങനെ വരട്ടെ. വെറുതെ കഴിഞ്ഞു തുടങ്ങി പോകും. എന്ത് വെയിലാണ് എനിക്കറിയില്ല. ഇയാള് മറ്റേതാണ്, മറ്റേ വലിയ ഹിമാലയ ഇതെന്താ ഒരു വലിയ മലയല്ലേ എന്ന് പറഞ്ഞ ഒരു മലയല്ലേ ഇവിടെ എന്താ ബ്രോ കാണാനുള്ള കുറെ ബീച്ചല്ലേ? ഞാൻ ഒന്നുമില്ല കാണിക്കും, ഒന്നുമില്ല. ബീച്ച് കാണാൻ നല്ല രസമില്ലേ? ബീച്ചിലൊക്കെ കാണാൻ ഇപ്പൊ ചെറിയ ബീച്ചും ഇങ്ങനെയല്ലേ ബീച്ചും ഇങ്ങനെയല്ലേ ഇരിക്കണേന്ന് ചോദിച്ചാൽ എന്റെ ഹൃദയം തകർന്നു പോയതാണ്. ഗോവ ചോദിച്ചാൽ കാണാൻ വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷെ അവിടുത്തെ എക്സ്പീരിയൻസ് ആണ് ആൾക്കാർ. ഇവിടെ ഇപ്പൊ നമ്മള് കൊച്ചിയില് ഫോർട്ട് കൊച്ചി ബീച്ചിൽ വൈകുന്നേരം ചെന്നിട്ട് ആ രീതിയിൽ ഗോവയിൽ ഇരിക്കണ പോലെ അവിടെ ഇരിക്കാൻ പറ്റും. ഒരു നൈറ്റ് ലൈഫ് ഫീൽ ആ ഒരു ഫീൽ അല്ല, അത് ടോട്ടലി വേറെ ഫീൽ. അത് ഈ പയ്യന്മാർക്കൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും. എനിക്ക് അല്ല, ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളും ഉണ്ട്.
എന്നതാ ഈ പറയുന്നത്? തനിനാടൻ മലയാളി അതെ അതെ, ഈ ഒരു ജീൻസ് ഇതൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ഹണി ഇപ്പോഴും ആ തൊടുപുഴയിലെ നാടൻ പെൺകുട്ടിയാണ്. അതെ അതെ. അല്ല എനിക്ക് വലിയ ഇഷ്ടമല്ല. ഇതിന്റെ ഷൂട്ട് നല്ലതായിരുന്നു, ഇവരുടെ കമ്പനി ആയതുകൊണ്ടൊക്കെ നല്ല രസമായിരുന്നു. അല്ലാതെ എനിക്കൊന്നും വലിയ തോന്നി ഞാൻ ഇങ്ങോട്ട് വരുന്നതാണ്. സത്യമായിട്ടും പറഞ്ഞ കാര്യമാണ്. എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ എങ്ങനെയുണ്ട് ഗോവ ഒക്കെ, എന്നാ ബ്രോ ഇവിടെ ഈ ബീച്ചൊക്കെ നമ്മുടെ നാട്ടിലുള്ളതല്ലേ? ഞാൻ അതല്ല, ഇവിടെ ഒരു മൊത്തത്തിലുള്ള ആംബിയൻസ് ഭയങ്കര രസമല്ലേ, ഇത് ചെറായി ബീച്ചിലുള്ളതല്ലേ? ഓക്കെ ഓക്കെ, ഒന്നുമില്ല എൻ്റെ കുട്ടിക്ക് ഒന്നുമില്ല, മാറിയിരിക്കുന്നത്. വൻ കോമഡി ആയിരുന്നു. അതെ. ഇനി മൂവി വിശേഷം മാറ്റി വെച്ചിട്ട് കുറച്ച് പേഴ്സണൽ ചോദ്യങ്ങൾ. നമ്മളാരും പുറത്തുനിന്ന് ന്യൂസ് കൊണ്ടുവരാതെ തന്നെ ഓട്ടോമാറ്റിക്കലി ട്രോളിൽ അവർ തീരുമാനിച്ച് നമ്മളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവർ തന്നെ തീരുമാനിക്കുകയാണ്. അതായത് ഓൺലൈൻ മീഡിയ തന്നെ തീരുമാനിക്കുകയാണ് എന്താണ് നമ്മളെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങളെല്ലാം ട്രോളിൻ്റെ രാജാക്കന്മാരാണ്, നൈസായിട്ട് ട്രോൾ ചെയ്യുന്നുണ്ട് എല്ലാവരും. അപ്പോൾ ട്രോളിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ട്രോൾ ചെയ്യുന്നത് നല്ലതാണോ, താല്പര്യമുണ്ടോ, വേറെ വഴിയില്ലാത്തത് കൊണ്ട് കേട്ടോണ്ടിരിക്കുന്നതാണോ, എന്താണ് അഭിപ്രായം? ഉണ്ടോ? അത് അറിയാത്ത ഇഷ്ടം പോലെ ട്രോൾ വരുന്നുണ്ട്. കാണിച്ചിട്ടില്ല, അതുകൊണ്ടാണ് സെർച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നൈസായിട്ടുണ്ട്. അത് നിങ്ങൾ അഭിനയിക്കുന്ന ഓരോ ക്യാരക്ടേഴ്സ് വെച്ചിട്ടുള്ള ട്രോളുകളാണ്, അല്ലാതെ ആസ് എ പേഴ്സൺ ഹണി റോസ് എന്നുള്ള പേഴ്സൺ ഹാസ് നെവർ ഗോട്ടൻ ഇറ്റ്. അല്ല, ആക്ച്വലി ട്രോള് നല്ല രസമുള്ള പരിപാടിയാണ്. കാണാനൊക്കെ ഭയങ്കര കണ്ട് രസിക്കാൻ വേണ്ടി കേൾക്കുന്നത്. അതിന് നമ്മളെ പേഴ്സണലായിട്ട് നമ്മളൊന്നും ഡിസൈസ് ചെയ്യുന്നുള്ളൊരു പരിപാടി നമുക്ക് തോന്നില്ല. എനിക്ക് ഇതുവരെയും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് തോന്നിട്ടില്ല. ഇപ്പൊ ബാലു വർഗീസ് പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല, ആ ക്യാരക്ടറിനെ വെച്ചിട്ട് കാണിക്കുന്നില്ല. അതൊക്കെ അടിപൊളിയല്ലേ? നമുക്കത് കാണുമ്പോൾ എനിക്ക് ആക്ച്വലി കുറെ ഒക്കെ സന്തോഷം. കിങ്ലാറിലെ കുറെ ചില രംഗങ്ങൾ വരെ എടുത്തിട്ട് ആൾക്കാർ കുറെ എടുത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ രസമാണ്. അത് പറയണമെന്നുണ്ടായിരുന്നു. ഈ ഹണിബി ആണെങ്കിലും കിങ്ലാർ ആണെങ്കിലും ആ ചെയ്ത ക്യാരക്ടേഴ്സിന്റെ സീൻസ് ഒക്കെ നമ്മൾ പണ്ടത്തെ ചില സിനിമകളിൽ കോമഡികൾ വീണ്ടും എടുത്ത് കാണും. മഴ പെയ്യുന്നു, മതലം കൊട്ടുന്നു, അതേപോലത്തെ കോമഡിയാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അത് ഭയങ്കര ഒരു സംഭവമാണ്. എന്ന് വെച്ചാൽ വീണ്ടും ചില ആൾക്കാർക്ക്, മലയാളികൾക്ക് പൊതുവെ വിഷമം വരുമ്പോൾ കോമഡി സീൻസ് കാണാൻ ഞാൻ ചെയ്യുന്നൊരു പണിയാണ്. അതിൽ ഇങ്ങനത്തെ സീൻസ് ഒക്കെ പെട്ടിട്ടുണ്ട്. പുതിയ സിനിമകളിൽ അത് വളരെ കുറവാണ്. അതായത് നമുക്ക് വീണ്ടും ഓർത്തെടുത്ത് ചിരിക്കാൻ പറ്റുന്ന സാധനങ്ങൾ. അത് ഈ പറഞ്ഞ വലിയൊരു ഭാഗ്യമാണ്. നമുക്ക് അങ്ങനെ സിനിമകളിലൊക്കെ അഭിനയിക്കാൻ പറ്റിയ ഒരു ഭാഗ്യമാണ്. അത് കിങ്ലാറിലെ ദിലീപേട്ടൻ്റെ കൂടെയുള്ള സീക്വൻസസ് ഒക്കെ ഒരു രക്ഷയില്ല. അതും ഈ പറഞ്ഞ ഭാഗ്യം തന്നെയാണ്. അത് മലയാള സിനിമയിൽ അഭിനയിക്കുന്ന ഇപ്പം എൻ്റെ പ്രായത്തിലുള്ള ഓരോ ആളും പ്രതീക്ഷിക്കുന്ന ഒരു സംഭവമായിരിക്കുള്ളൂ. ദിലീപൻ്റെ കൂടെയും കൂടാതെ സിദ്ദിഖ് ലാൽ എന്നുള്ളൊരു കോംബോ അവർ ചെയ്യുന്ന ഒരു പടത്തിലേക്ക് അഭിനയിക്കണമെന്ന്. അതിനകത്തുള്ളൊരു ഭാഗ്യം കിട്ടി, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനകത്തുള്ള സീൻസ് നന്നായിരിക്കുന്ന കാര്യം ഗ്യാരണ്ടി ആണല്ലോ. ഇനി ഗണപതി ആസ് എൻ ആക്ടർ, where do you see yourself 25 years ahead? ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ അങ്ങനെ മനസ്സിലായി. തീർച്ചയായിട്ടും 25 വയസ്സിൽ 25 വയസ്സിൽ അഭിനയം തന്നെ ആയിരിക്കും മുമ്പോട്ട്. തീർച്ചയായിട്ടും അഭിനയം തന്നെയാണ് ഏറ്റവും വലിയ. ഞാൻ 22 വയസ്സാണ്. ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറവ് എനിക്കാണ്. 22 വയസ്സേ എനിക്കായിട്ടുള്ളൂ. അപ്പോൾ എന്താ പറയണ്ടത്, സിനിമ തന്നെയാണ് ഏറ്റവും വലിയ സ്വപ്നവും താല്പര്യമൊക്കെ. ഇപ്പോൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ BA പൊളിറ്റിക്കൽ സയൻസ്. ഞാൻ പയ്യന്നൂർ കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ ഇത് തന്നെയാണ് താല്പര്യം. 10 വർഷമായി ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. അതെ 10 വർഷം. 10 വർഷം. ലോങ് ഡ്യൂറേഷൻ. How about you, Balu? സിനിമ തന്നെയാണ് മുമ്പോട്ടുള്ളത്. അതെ, ഇപ്പം എന്തായാലും നമുക്ക് സിനിമ അല്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ചൊന്നും അല്ല ചെയ്യില്ലെന്നല്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ഒക്കെ ചെയ്യാൻ നോക്കിയാണ്. പക്ഷെ അതൊക്കെ മിക്കവാറും പൊട്ടിയാണ്. എനിക്കറിയില്ല. നമുക്ക് ഇഷ്ടമുള്ളൊരു പരിപാടി ജീവിതത്തിൽ ചെയ്തിട്ടേ കാര്യമുള്ളൂ. അപ്പം അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അല്ലാതെ വേറെ ഫോഴ്സ്ഡ് ആയിട്ടൊരു ജോലി എന്ന് ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. നമുക്ക് എല്ലാ ദിവസവും പുതിയതായിട്ട് എന്തെങ്കിലും നമുക്ക് വേറെ രീതിയിലേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക. അപ്പോൾ അഭിനയിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഓരോ ദിവസവും നമുക്ക് പുതിയതാണ്, ഫ്രഷാണ്. പല ആൾക്കാരുണ്ട്, പല ഇൻട്രാക്ഷൻസ് നടക്കുന്നുണ്ട്, പല സംസാരങ്ങൾ നടക്കുന്നുണ്ട്, പല ക്യാരക്ടേഴ്സ് ആകാൻ പറ്റും, പല വേഷങ്ങൾ ഇടാൻ പറ്റും, പല രൂപത്തിൽ നടക്കാൻ പറ്റും. അപ്പോൾ അത് ഭയങ്കര ഒരു രസമുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ആ ഒരു പരിപാടിയുടെ ഒരു സുഖം നമുക്ക് ഒരു തവണ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ഡ്രഗാണ്. നമുക്ക് പിന്നെ നമുക്ക് അതില്ലാതെ അയ്യോ നമുക്ക് റിയൽ ലൈഫിൽ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും മാത്രമല്ല ഓരോ ദിവസം ഓരോ ലൊക്കേഷൻ ഓരോ ആൾക്കാർ ഒക്കെ വരുമ്പോഴത്തേക്ക് ഹാപ്പനിങ് ആണ് ലൈഫ്. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം, എനിക്ക് നീന്താൻ ഒട്ടും അറിയില്ലാത്ത ഒരാളായിരുന്നു. ഹണിബി എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിന് വേണ്ടി ലക്ഷദ്വീപിൽ പോയിട്ട് കടലിൽ നിന്ന് എടുത്ത് ചാടണമായിരുന്നു, കടലിലേക്ക് എടുത്ത് ചാടണമായിരുന്നു, കടലിലടിയിലാക്കി ക്യാമറ വെച്ചാണ്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ സാധാരണ ഒരാളാണെങ്കിൽ ഞാൻ പണ്ട് എനിക്ക് വൻ പേടിയുള്ളൊരു സംഭവം ഉണ്ടായിട്ട് ഞാനൊരു പയ്യൻ്റെ മുമ്പിൽ മരിക്കണ കണ്ടിട്ടുണ്ട്, വെള്ളത്തിൽ വീണ് മരിക്കണ കണ്ടിട്ടുണ്ട്. ഞാനപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് വെള്ളം ഭയങ്കര പേടിയായിരുന്നു.
ആ ഒരു പടം ഉള്ളത് കൊണ്ടാണ് എനിക്കിപ്പോൾ വെള്ളത്തിലേക്ക് സുഖമായിട്ട് എടുത്ത് ചാടാൻ പറ്റുന്നത്. ആ ഒരു നമ്മൾ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും വരെ നമ്മൾ ചെയ്യും, പല അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മൾ റിയൽ ലൈഫിൽ ഒരിക്കലും ചെയ്യില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒരു വേറെ സുഖമാണ്, വേറൊരു ജോലിയിലും കിട്ടാത്തൊരു സുഖമാണ്. ഞാൻ വേറൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒരിക്കലും ഇല്ല, വെള്ളത്തിലേക്ക് ഇറങ്ങാനൊന്നും പോലുമല്ല. ഞാൻ പണ്ട് മറ്റേ വൻ ഷൈ ആയിരുന്നു, എനിക്ക് ആരും മുമ്പിൽ ഒന്നും സംസാരിക്കാൻ കൂടി ഇല്ലായിരുന്നു ഞാൻ. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് എങ്ങനെയോ ഞാൻ ചാന്തപ്പെട്ട് തന്നെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വന്നു. അത് കാരണം ഇപ്പൊ ആൾക്കാരുടെ അടുത്തൊക്കെ സംസാരിച്ചു. ഞാൻ ഇന്ദ്രിയത്തിന്റെ ചെറുപ്പം. അപ്പോൾ ഇതൊക്കെ ഒരു നിമിത്തങ്ങളാണ് നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയത്. എല്ലാം ഭയങ്കര ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. ഇത് ഇല്ലെങ്കിൽ വേറൊരു പണി ഇപ്പൊ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് സത്യം പറഞ്ഞ വിശ്വാസമില്ല. ഹണി ആലോചിച്ചിട്ടുണ്ടോ സിനിമ അല്ലായിരുന്നെങ്കിൽ? എനിക്കറിയില്ല, എനിക്ക് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന എപ്പോഴും ഇഷ്ടം. സ്കൂളിൽ പോകാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു, പഠിക്കുന്ന കാര്യം ഒരു രക്ഷയില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് തന്നെ. പഠിക്കാനൊന്നും ഒട്ടും താല്പര്യമില്ല, സത്യം. അല്ല, എന്തെങ്കിലും ഡിസൈനിങ്ങോ. ഇവര് തൊടുപുഴയിലെ സാധാരണ ഭയങ്കര ഞാൻ അണിയുടെ തനി തൊടുപുഴക്കാരിയാണ്. അണിയുടെ ഏറ്റവും വലിയൊരു സംഭവം, നമ്മള് വെള്ളം കുടിക്കുന്നത് സാധാരണ വെള്ളം കുടിക്കില്ല, തൊടുപുഴയിൽ നിന്ന് വെള്ളം കൊണ്ടുവരും ഇവര്. ലൊക്കേഷനിൽ തൊടുപുഴയിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് കുടിക്കുന്നത് ഞാൻ ഞെട്ടിപ്പോയില്ല. അങ്ങനെയല്ല, നമ്മുടെ ആലുവയിലെ വെള്ളം തീരെ മോശമാണ്. അപ്പോൾ വേറൊരു ശോഭയാണ്, നമുക്കത് ഒന്ന് ബോയിൽ ചെയ്താലും ഒരു വല്ലാത്തൊരു ശോഭയുണ്ട്. അപ്പൊ അതുകൊണ്ട് നാട്ടിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. പാല് അങ്ങനെ അവിടെ കറക്കിക്കൊണ്ട് കൊണ്ടുവരുന്നതാണ്. പശു അതെ, മൊത്തത്തിൽ കറക്കുന്ന ഒരു ചിന്തയേ ഉള്ളൂ. നാട്ടിക്കരുത്. എന്തായി പരിപാടി കഴിയാൻ? അല്ല, പാല് കൊടുന്നുകൊണ്ടിരുന്ന ഹണി അത് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, അല്ല ഹണിയുടെ കാര്യം പറഞ്ഞില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് എനിക്ക് ഫാഷൻ ഡിസൈനിങ് ഒക്കെ ഇഷ്ടമായിരുന്നു. വരയ്ക്കുന്നത് ചെറുപ്പത്തിലൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട്, പക്ഷെ അതിൽ പിന്നെ ഡെവലപ്പ് ചെയ്തില്ല. അത് പണ്ട് വരച്ച അതേപോലെ തന്നെ എപ്പോഴും ഇരിക്കുന്നത്, മാറ്റം വന്നില്ല. മലയും കാക്കയാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ മലയും സൂര്യനും കാക്കയും അതിന് പണ്ട് സമ്മാനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ മേ ബി അങ്ങനെ ആകുമായിരിക്കാം, ഡിസൈനറോ അങ്ങനെ എന്തെങ്കിലും. പണ്ട് രാജാരവിവർമ്മനെ പോലെ കുത്തിക്കുറുകിയൊക്കെ ചെയ്യുമായിരുന്നു. സാധാരണ ചിലപ്പോൾ ഡിസൈനറോ. സമയം കിട്ടാത്തതുകൊണ്ട് ടച്ച് വിട്ടുപോയി. മലയാളികൾ എങ്ങനെയെങ്കിലും കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്ന ഒരു വ്യക്തിയാണ്. അതെ അല്ലേ? ഒരു കാര്യമില്ല, നമ്മൾ എനിക്ക് ഉണ്ടാക്കി തന്നു. അതാണ് അടുത്ത ചോദ്യം. നിങ്ങൾ ആരെങ്കിലും സത്യം പറ, അത് ഞാൻ കേൾക്കുന്നുണ്ടോ? എനിക്കറിയില്ല, ഒരു ദിവസം രാവിലെ ഇങ്ങനെ എഴുന്നേക്കുമ്പോൾ കാണുന്നതാണ് ഹണി റോസ് പ്രണയത്തിലാണ്. അതെ, എന്റെ ചങ്ക് തകർന്നു പോയി. അങ്ങനെ കുറെ ചങ്ക് തകർന്നു പോയി. ചങ്ക് ഇറങ്ങുമ്പോ ആ ചങ്ക് തകർന്ന എല്ലാം മാറി. അതെ, അപ്പൊ എനിക്കറിയാമേ അതിനെ പറ്റി. അല്ല ഇല്ല പിന്നെ എനിക്ക് ആർക്കോ ഞാൻ കല്യാണം കഴിച്ച് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അല്ല പ്രേമിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് അറിയാൻ പറ്റും. അല്ല, ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ അറിയാൻ പറ്റും. എങ്ങനെ ഞങ്ങളും കുറെ ചോദിച്ചിട്ടുള്ളൂ. അടുത്ത ആളടുത്ത് ചോദിക്കും. ഉണ്ടാവുമല്ലോ, പ്രായത്തിന്റെ സീരിയസ് ആയതുകൊണ്ടല്ല. സീരിയസ് ആണ്. ചുമ വന്നപ്പോ ചുമച്ചിരി. ഇപ്പോ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും കാലം ഇന്ററാക്ട് ചെയ്തു ഈ സിനിമയുടെ ലൊക്കേഷനിലെല്ലാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം അല്ല എന്ന് തോന്നിയ ഒരു കാര്യം, എന്തെങ്കിലും മാറ്റണം? ഇപ്പൊ ബാലുവിന് ഹണിയിൽ മാറ്റാൻ തോന്നുന്ന എന്തെങ്കിലും ഒരു ക്യാരക്ടർ, ഹണിയിൽ ഇഷ്ടപ്പെടാത്തൊരു ക്യാരക്ടർ? ഞാൻ ഭയങ്കര നെഗറ്റീവ് ആണെന്ന് പുള്ളി പറയുന്നത്. നെഗറ്റീവായിട്ടല്ല സംസാരിക്കുന്നത് അല്ലേ? അത് ഞാൻ ഗോല് എപ്പോഴും അടുത്ത് പറയുമായിരുന്നു. കാര്യം ഇപ്പൊ ഈ സെയിം സാധനം തന്നെ, നമ്മള് എന്തിപ്പോ ഒരു പൊട്ട സാധനമാണ്, ഞാൻ എൻ്റെ ഒരു ക്യാരക്ടർ വൈസ് അങ്ങനെയാണ്. ഞാൻ എന്തൊരു പൊട്ട സാധനമാണെങ്കിലും അതിനകത്തുനിന്ന് ഒരു നല്ലൊരു സൈഡ് കണ്ടെത്താൻ എങ്ങനെ ശ്രമിക്കും. ഈ ഗോവയിലെ സീൻ തന്നെയായിരുന്നു. ഗോ പോയിട്ട് ഞാൻ എന്ത് രസമാണല്ലേ, അപ്പൊ ബ്രോ ഇതിനകത്ത് എന്താണ് ബ്രോ, ഇത് കടലല്ലേ ബ്രോ, ഇത് നമ്മുടെ നാട്ടിലല്ലേ. ഞാൻ
അതിലൂടെ ഇത് മറ്റേ നോക്കൂ ആസ്വദിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇതെന്താ ഇത് ചെറായി എന്ത് വെയിലാണ് ഞാൻ അല്ല വെയിലല്ല, നമ്മൾ അതിനകത്ത് വേറെ സംഭവം ആസ്വദിക്കൂ. അപ്പൊ ആ ഒരു സാധനം മാത്രമേ ഞാൻ പറയുള്ളൂ, വേറെ ഒന്നുമില്ല. വേറെ ഹണി മുത്താണ്, അടിപൊളിയാണ്, ചങ്കാണ്. വന്നപ്പോ തൊട്ട് ഈ പരിപാടിയാ, എനിക്ക് എന്തോ ഡൗട്ട് ഉണ്ട് വന്നപ്പോ തൊട്ട് ഹണി മുത്താണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ വേറെ പല ഫോമുകളും കേൾക്കുന്നുണ്ട്. നല്ല കാര്യങ്ങളല്ല. ബാലുവിൽ അങ്ങനെ എന്തെങ്കിലും മാറ്റാനുള്ള ഒരു ക്യാരക്ടർ ഈ പറഞ്ഞ പോലെ ഭയങ്കര പോസിറ്റീവാ. ഈ പറഞ്ഞ പോലെ ചുമ്മാ ഉണക്ക സ്ഥലങ്ങളിലൊക്കെ നോക്കിയിരുന്നിട്ട് ഹായ് എന്തൊരു രസം, ഹായ് എന്തൊരു ഭംഗി എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കണതാണ്. അത് എന്താന്ന് എനിക്കറിയാൻ വയ്യ. ആവശ്യമുള്ള സമയത്ത് മതി എന്നാണ് പറയുന്നത് പോസിറ്റിവിറ്റി. കൂടുതൽ പോസിറ്റീവ് കുറച്ച് കൂടി പോയോന്നൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ അല്ല, ഭയങ്കര പോസിറ്റീവ് എല്ലാ കാര്യത്തിനും അങ്ങനെ. ഐ മീൻ ഈവൻ ഒരു ക്ഷീണമോ അല്ലെ ഒരു ബുദ്ധിമുട്ടോ അങ്ങനെ ഭയങ്കര ഒരു അതാ പറഞ്ഞ ഭയങ്കര ഒരു എനർജി ഉണ്ട്, ഒരു പോസിറ്റീവ് എനർജി. അത് നല്ല, നമുക്ക് കൂടെ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു കംഫർട്ടും ഒക്കെ ഭയങ്കരമായിട്ട് ഒന്നും മാറ്റാനായിട്ടൊന്നും തോന്നുന്നില്ല, നെഗറ്റീവായിട്ടൊരു കാര്യം പറയാനില്ല. ഇത്രയും നല്ലൊരു വ്യക്തി പെട്ടെന്ന് ചോദിക്കുന്നു. ഗണപതിക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ആരുടെ രണ്ടുപേരും കാലമായിട്ട് അറിയാം. നല്ല കാര്യമാണ് പറയാൻ വന്നത്. അങ്ങനെ ഒന്നും മാറ്റാനായിട്ടുള്ള ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഹണി സിമ്പിളാണ്, പാവം കുട്ടിയാണ്, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. സോ അങ്ങനെ നെഗറ്റീവ് കാര്യമൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പോസിറ്റീവായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഇതന്നെയാണ്, പോസിറ്റിവിറ്റി ആണ് ഹൈലൈറ്റ് ചെയ്തത് ഇതില്. അപ്പൊ ഒരു ചെറിയൊരു പാട്ടും കൂടെ പാടി നോക്കാം. മെക്കാനിക്കിലെ വിശ്വാമിത്രൻ താടി വളർത്തി തപസ്സിരുന്നു, മേനക വന്നില്ല, ഓരമ്പേം വന്നില്ല, അത്താഴത്തിന് പട്ടിണിയാണേ, അടുത്ത വീട്ടിൽ പത്തിരിയാണേ, കക്കാനറിയില്ല, വെക്കിന് കക്കാനറിയില്ല, ഈ വഴിയരികിൽ ഈ ജനലരികിൽ നാളിതുവരെയും കിളികൾ വന്നില്ല. കവിത പോലെ അതാണ് കവിത പാടി നിർത്തിയാണ്. അതിനകത്ത് വലിയ പിച്ചൊന്നും പോയില്ല. കുഴപ്പമില്ലാട്ടോ, പാടുവാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടാൻ അറിയാവുന്ന പോലെ ചുമ്മാ വെറുതെ നമുക്ക് മനസ്സിലാവാൻ പായി. പൊതുവെ അങ്ങനെയാണ്, ഞങ്ങൾ അറിയാവുന്ന കാര്യങ്ങളൊന്നും അറിയില്ല. എനിവേസ്, ഇത്രയും നേരം നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്തതിന് വളരെയധികം നന്ദി. ചങ്സ് ഒരു സൂപ്പർ ഹിറ്റ് ആയി തീരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. ഓക്കെ. താങ്ക് യു.